ഉള്ളതിൽ അഹങ്കരിക്കാതിരിക്കുക, ഇല്ലാത്തതിൽ വിഷമിക്കാതിരിക്കുക. ഉള്ളതില്ലാതാകാനും ഇല്ലാത്തതുണ്ടാകുവാനും അധികം സമയം വേണ്ടി വരില്ല. നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാനാകില്ലെങ്കിലും നമ്മളെ സന്തോഷിപ്പിക്കാൻ സ്നേഹിക്കുന്നവർ ചെയ്യുന്ന ശ്രമങ്ങൾ മാത്രം മതി മനസ്സ് നിറയാൻ, അതൊരു വാക്കിലൂടെ ആണെങ്കിൽ പോലും. ഇടയ്ക്കിടെ കണ്ണീർ തുടയ്ക്കുന്നതിന് പകരം നിങ്ങളുടെ കണ്ണീരിന് കാരണമാകുന്നവരെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുക. നിങ്ങളുടെ നോവുകൾ സത്യസന്ധമാണെങ്കിൽ കാലം അതിന് പകരം ചോദിക്കാതെ കടന്നു പോകില്ല. അത് കാണുവാനുള്ള അവസരവും നിങ്ങൾക്കുണ്ടാകും. കണ്ണുകൊണ്ട് കാണുന്നതിന് പകരം മനസ്സുകൊണ്ട് കണ്ടാൽ ഭംഗിയില്ലാത്തതായി ഈ ഭൂമിയിൽ ഒന്നും തന്നെയില്ല. മികച്ചത് തേടി നമ്മൾ യാത്രക്കിറങ്ങും. കിട്ടുന്നതൊന്നും മികച്ചതായി തോന്നുകയുമില്ല. കയ്യിലുള്ളതൊക്കെ തന്നെയായിരുന്നു ഏറ്റവും മികച്ചതെന്ന് തിരിച്ചറിയുമ്പോഴേക്കും കാലം കടന്നു പോയിരിക്കും. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ മറ്റാരെയും നോക്കാതെ, മറ്റൊന്നും നോക്കാതെ ചെയ്യാനും ആസ്വദിക്കാനും കഴിയുന്നുണ്ടെങ്കിൽ അത് മാത്രമാണ് നമ്മുടെ സ്വാതന്ത്ര്യം. തെറ്റുകൾ നിങ്ങളുടെ അനുഭവങ്ങൾ വർദ്ധിപ്പിക്കുന്നു. അനുഭവങ്ങൾ നിങ്ങളുടെ തെറ്റുകൾ കുറയ്ക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ തെറ്റുകളിൽ നിന്നും പഠിക്കുമ്പോൾ മറ്റുള്ളവർ നിങ്ങളുടെ വിജയത്തിൽ നിന്നും പഠിക്കാൻ തുടങ്ങും. നിങ്ങളുടെ മനസ്സിൽ ഭയത്തോടെ സഞ്ചരിക്കരുത്. സ്വപ്നങ്ങളായിരിക്കണം നിങ്ങളുടെ ഹൃദയത്തെ നയിക്കേണ്ടത്. എന്തിനേയും ഭയമില്ലാതെ നേരിടുക. കാരണം നമ്മുടെ പേടിയാണ് പലപ്പോഴും മറ്റുള്ളവരുടെ വിജയം. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നാളേക്കായി മാറ്റിവെക്കരുത്. ഇന്നു തന്നെ അതിനുള്ള പരിശ്രമം തുടങ്ങണം. നാളെ എന്നൊന്നുണ്ടോ എന്ന് പോലും ചിന്തിക്കരുത്, പ്രവർത്തിക്കുക. ജീവിതത്തിലേക്ക് അവസരങ്ങൾ കടന്നു വരുമ്പോൾ കൃത്യമായി വിനിയോഗിക്കുക. ഇതാണ് ബുദ്ധിമാന്മാരുടെ വിജയസൂത്രം. നിങ്ങൾ അലസമായിരിക്കുന്ന സമയത്ത് ലോകത്തെവിടെയോ നിങ്ങളുടെ എതിരാളി കഠിനമായി പരിശീലിക്കുന്നു. മത്സരം നടക്കുമ്പോൾ വിജയം അയാൾക്കൊപ്പം ആയിരിക്കുമെന്ന് തിരിച്ചറിഞ്ഞ് ഇപ്പോഴേ പ്രവർത്തിക്കുക. കാട്ടുതീ ചന്ദനമരത്തെ പോലും കത്തിച്ചു കളയും. അതുപോലെ ദുഷ്ടനായൊരു വ്യക്തിക്ക് അവരുടെ ജീവിതത്തെ നശിപ്പിക്കാൻ കഴിയും. മറ്റുള്ളവരുടെ തെറ്റ് കാണുമ്പോൾ നിങ്ങൾ അതിൽ നിന്നും പാഠം പഠിക്കേണ്ടതാണ്. കാരണം സ്വയം തെറ്റ് സംഭവിച്ച ശേഷം പാഠം പഠിക്കുവാൻ തീരുമാനിച്ചാൽ ജീവിതം ഒരുപാട് വ്യർത്ഥമായി പോകുന്നതാണ്. ഏറ്റവും ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന പുരുഷനെ നഷ്ടപ്പെടുത്തുന്നത് ഒരു സ്ത്രീയുടെ തീരാ ദുഃഖമാണ്. മറന്നു പോകാവുന്ന മനസ്സും നിലച്ചു പോകാവുന്ന ഹൃദയവുമാണ് നമ്മുടേത്. ഇതിനിടയിൽ കിട്ടുന്ന കുറച്ച് സമയം സ്നേഹിക്കാനും സന്തോഷിക്കാനും കഴിഞ്ഞാൽ അതാണ് സ്വർഗതുല്യമായ ജീവിതം. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.